ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ മാവ് കലക്കിയിട്ട് കുഴക്കാതെ ചുടുന്ന പത്തിരി ചുട്ട വീഡിയോ ഇട്ടിരുന്നില്ലേ, ആ ദിവസത്തെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കിയതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം എന്നാൽ പത്തിരിക്ക് ചെറുപയർ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ മുരിങ്ങക്കായും പരിപ്പും കൂടി ഒന്ന് വറ്റിച്ചിട്ടുള്ളൊരു കൂട്ടാൻ പോലെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്, കറിയല്ല. അതിലേക്ക് കുറച്ച് അരച്ചിട്ടുള്ള തേങ്ങ കുറച്ച് കോരി വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങ നല്ലപോലെ അരച്ചിട്ട് ചെറുപയറിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി തൂമിച്ചിട്ട് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട വെച്ചിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. മയോണീസ് ഉണ്ടാക്കിയിട്ട് ബ്രെഡ് വെച്ചിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അതേ ജാറിൽ തന്നെ കുറച്ച് മയോണീസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തിക്കാകൊന്നും വേണ്ട, ഈ ഒരു രീതിയിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, പച്ചമുളക് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, കാബേജ് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നുമില്ല, അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കണം. ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള നനവായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബ്രെഡ് പൊടിച്ചതിലിട്ടിട്ടൊന്നിങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്. അത് മുഴുവനായിട്ടും ഇതേ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. എല്ലാതും ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് തീ കുറച്ച് കൊടുക്കണം. എന്നിട്ട് അതിലിട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് പൊരിച്ച് കോരിയെടുക്കുക. തീ കൂടിയിട്ടുണ്ടെങ്കിൽ പുറമേ കരിയും ചെയ്യും, ഉള്ളിലേറ്റ വേവുമില്ല. അപ്പോൾ ഇത് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ എല്ലാതും പൊരിച്ചെടുക്കുക. അത് മുഴുവനും പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുരിങ്ങക്കായുടെ കറി ഉണ്ടാക്കണം. കറിയല്ല, മുരിങ്ങക്കായ കൊണ്ടൊരു കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പും മഞ്ഞളും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് തക്കാളിയും മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ് വെന്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അപ്പോൾ മുരിങ്ങക്കായൊക്കെ അവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അത് തൂമിക്കാനുള്ള കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. കടുകും പിന്നെ കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ട് മുരിങ്ങക്കായയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ടിയായിട്ടുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കറിയല്ല, ഇതുപോലത്തെ ഒരു കൂട്ടാൻ. ഇനി ഉണക്കമാന്തൾ കൊണ്ടൊരു കഞ്ഞിവെള്ളത്തിൽ വെക്കണ ഒരു കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ള ചീനമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4-5 ചീനമുളക് എടുത്തിട്ട് ഇനി ഇതൊന്നായി കരിഞ്ഞിട്ടിട്ട് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കുക. പുളി കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ തക്കാളിയും പിന്നെ ഈ മുളകും പുളി ഉപ്പ് ആ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് തിളപ്പിച്ചിട്ട് അതിൽ ഉണക്കമാന്തൾ ഇട്ടിട്ടുണ്ട് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നോമ്പിൻ്റെ സമയത്തൊക്കെ ഇതുപോലത്തെ അങ്ങനെ ലൈറ്റായിട്ടുള്ള കറിയൊക്കെ നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ തക്കാളി മുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എരിവ് കുറവാട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടിയും കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. വേറെ മുളകും പൊടിയൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ കുറച്ച് എരിവ് വേണേനും. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുകയാണ്. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഉണക്കമാന്തൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമാന്തളിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പണ്ടുള്ളവരൊക്കെ വെക്കണ കറിയാട്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കറി. ഇനി കുറച്ച് ഉണക്കമാന്തൾ പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.